ടാപ്പാണ് കേട്ടോ അതെ. ഒരു കുളത്ത് ഒരു കുപ്പി ഇത് മീൻ പൊന്തിയെടുക്കാനുള്ള കേട്ടോ പരല്. ഇത് പരല് പൊന്തിയെടുക്കും. അപ്പോൾ മീൻ വന്നെടുക്കുമ്പോൾ ഇത് താന്ന് കഴിഞ്ഞിട്ട് ഈ കുപ്പി മുകളിൽ എടുക്കുമ്പോൾ ലോക്കാവും, തന്നെ ലോക്കാവും. അതാണ് കേട്ടോ കണ്ടോളൂ. പുതിയ ട്രിക്കാണ്. ആരെങ്കിലും ചെയ്താൽ നമുക്കറിയില്ലേ. അപ്പോൾ നമ്മുടെ ബൈറ്റ് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നാടൻ പരലുകൾ കേട്ടോ. ബൈറ്റ് കുറച്ച് കഴിപ്പിട്ടുണ്ടോ പറിക്കട്ടാ. നമ്മൾ പരലിനാണ് കുത്തിരാണ്. പരലിനാകുമ്പോൾ നല്ല തിളക്കം കൂടുതലായിരിക്കും. പിന്നെ പരലിന് നീർ കുടിക്കേണ്ട അടിയിൽ തന്നെ കിടന്നുള്ളൂ. കരിപ്പിടിയൊക്കെ ആണെങ്കിൽ നീർ കുടിക്കണം, ചത്ത് പോകും. അപ്പോൾ നമുക്ക് ചൂണ്ടലിടാനായിട്ട് പോകട്ടെ. നമ്മൾ ചൂണ്ടലിടാൻ പോണത് നമ്മളിവിടെ അരുവി പോലെ ഒഴുകണം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് മീനുകളൊക്കെ വന്ന് പോകുന്നുണ്ട്. വരാലുകളാട്ടോ കൂടുതലും വന്ന് പോണത്. അപ്പോൾ നമുക്ക് പരലിന് നല്ല ആക്റ്റീവാട്ടോ പരല്. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള പരലുകൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരാലുകൾ വന്ന് വെട്ടിക്കൊണ്ട് പോണതാട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിനൊരു ചേമ്പിൻ്റെ കഷ്ണം എടുത്ത് പൊന്തായിട്ട് യൂസ് ചെയ്യട്ടോ. പൊന്ത് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല, അത് കാരണം നമുക്കൊരു ചേമ്പിൻ്റെ കഷ്ണം പൊട്ടിച്ച് പൊന്തായിട്ട് സെറ്റ് ചെയ്യട്ടോ. ഈ ചാല് വരുന്നത് പുഴയെന്നാട്ടോ. പുഴയെന്ന് വെള്ളം ഒഴുകി വരുന്ന ഒരു അരുവിന് നമ്മൾ ഇവിടെ നന്നായിട്ട് വരാലുകൾ പോണ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ട് വന്നപ്പോൾ തന്നെ. അത് കാരണം നമ്മളൊരു ചൂണ്ടൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ പൊന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് ഇട്ട് കൊടുക്കാം. ആ കാടിൻ്റെ ഉള്ളിലാട്ടോ വരാലുകളൊക്കെ വന്ന് നേർക്കുടിച്ച് പോണത്. നമുക്ക് അങ്ങോട്ട് നീട്ടിയിടാട്ടോ. ഇട്ടത് ശരിയായില്ല. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കൂടെ. മീനുകളൊക്കെ പൊടിമീൻ അവിടെ നിൽക്കണ കാരണം വരാലുകൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നേർക്കെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. വെള്ളം എടുത്ത് പോകുന്നുണ്ട്. ഈ അരുവി കൂടെ കൂടുതലും പൊടിമീൻ അവിടെ നിന്ന് കയറി വരുന്നുണ്ട് ആ കാട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ മീനുകൾ വന്ന് വെട്ടി പോണത് വരാലുകൾ. അത് നമ്മൾ ചൂണ്ടിൽ നോക്കാനായിട്ട് വന്നിട്ട് കേട്ടോ. മീൻ പെട്ടുണ്ടോ നോക്കാം. വലിയൊരാണോ അപ്പം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. പരലിട്ട കാരനാണെന്നറിയില്ല, പെട്ടെന്ന് വെട്ടി കിടക്കായിരുന്നു കേട്ടോ ആള്. ചൂണ്ടൽ വിഴുങ്ങുന്നില്ല കേട്ടോ. തുമ്പത്തന്നെ കുളത്തിക്കുന്നു. കാരണം കുപ്പിട്ട കാരണം വിഴുങ്ങാൻ പറ്റില്ല കേട്ടോ. വിഴുങ്ങാണെങ്കിൽ മീൻ ചാവാനുള്ള സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ തുമ്പത്തിന് കുളത്തിക്കുന്നത് നല്ല കുളത്തായിട്ട് കേട്ടോ. നല്ല ഹുക്കായിട്ട് നമ്മൾ കാർബണിൻ്റെ ഹുക്കാട്ടോ യൂസ് ചെയ്തത്. നല്ല മോനുള്ള ഹുക്കാണ്. അത് കാരണം പെട്ടെന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമാണ് കേട്ടോ. ചൂണ്ടൽ വിഴുങ്ങാൻ പറ്റില്ല. തുമ്പത്താവും കുളത്ത. നല്ല വലിപ്പുള്ള വരാലട്ടോ. കണ്ടില്ലേ, എന്തായാലും 1 kg പ്ലസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.